മുംബൈയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് ട്രാൻസ് ഹാർബർ ലിങ്ക്. ഹോ, എന്നാ ഒരു ഭംഗിയാ കാണാൻ. അതിലൂടെ നിരനിരയായി വണ്ടികൾ കടന്നു പോകുമ്പോൾ പകൽ കാണുന്നതിനേക്കാൾ കിടുവായിരിക്കും നൈറ്റ് കാണാൻ. സെൽഫി എടുക്കണം, വണ്ടി നിർത്തി ഇറങ്ങിയിട്ട് ആ കടൽ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കണം എന്ന് കരുതി ആരും അങ്ങോട്ട് പോകണ്ട. കാരണം അങ്ങനെ പോകാൻ ആഗ്രഹമുള്ളവർ ലോട്ടറി അടിച്ച് കിട്ടിയ പൈസയോ അല്ലെങ്കിൽ സ്വർണം വിറ്റ് പണം സ്വരൂപിച്ച ശേഷം പോകുന്നതായിരിക്കും ഉചിതം. കാരണം ഞാൻ പറഞ്ഞുതരാം. കാറിന് ടോൾ നിരക്ക് 350 രൂപ. ഒരു പാലം കടന്ന് പോകാനുള്ള തുകയാണ് കേട്ടോ. പെട്രോൾ അടിക്കാതെ വണ്ടി പോയില്ലല്ലോ. 50 രൂപയ്ക്ക് 1 ലിറ്റർ കിട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ യാത്ര ഞാനായിട്ട് മുടക്കുന്നില്ല, പോയിക്കോളൂ. അല്ലാത്തവർക്ക് 350 പ്ലസ് പെട്രോൾ ഇല്ല. ഭീമൻ തുകയാണ്. തീർന്നില്ല, ചരക്ക് വണ്ടി പോലുള്ള വലിയ വാഹനങ്ങൾക്ക് 350 അല്ല കേട്ടോ, അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി കൊടുക്കണമെന്നാ കേട്ടത്. ഇനി ഈ പൈസ കൊടുത്ത് കടൽ ഭംഗി ആസ്വദിച്ച് വണ്ടി നിർത്തിയാൽ ഇരട്ടി പിഴ കൊടുക്കണം. സെൽഫി എടുത്താൽ പിന്നെ തീർന്നു. ഇതുവരെ 1612 പേരിൽ നിന്ന് 12.11 ലക്ഷം രൂപയാണ് സെൽഫി എടുത്തതിന്റെ പേരിൽ പിഴയായി ഈടാക്കിയത്. പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് സെൽഫി എടുത്ത് എടപ്പാൾ ഓട്ടം പോലെ ഓടി രക്ഷപ്പെടാമെന്ന് കരുതണ്ട. കടൽ പാലത്തിലൂടെ രാത്രിയും പകലും പോലീസ് റോന്തി വിറ്റുന്നുണ്ട്. ഇത്രയൊക്കെ കടമ്പകളുണ്ട് ആ കടൽ പാലത്തിലൂടെ ഒന്ന് കടന്നു പോകാൻ. അതുകൊണ്ട് ഞങ്ങൾ വേറെ വഴിക്ക് പോയിക്കോളാം, പാലവും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് യാത്രക്കാർ മറ്റു വഴികളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഈച്ചകുഞ്ഞു പോലും നിലവിൽ പാലത്തിൽ കയറണില്ല എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ഉദ്ഘാടനത്തിന് മുമ്പ് പ്രതിദിനം 70,000 വാഹനങ്ങൾ കടന്നു പോകുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും ഉയർന്ന ടോൾ നിരക്കും അല്ലാത്ത ചെലവുകളും കണ്ട് സാധാരണക്കാർ ആ വഴി പോയിട്ടില്ല. ദക്ഷിണ മുംബൈയിലെ ശിവ്രിയിൽ നിന്ന് നവി മുംബൈയിലെ നാവസേനയിൽ 20 മിനിറ്റ് കൊണ്ടെത്താമെന്നതിനാൽ JNPT തുറമുഖത്ത് നിന്നുള്ള ഒട്ടേറെ വാഹനങ്ങൾ പാതയെ ആശ്രയിക്കുമെന്ന അധികൃതരുടെ കണക്കുകൂട്ടലുകളും പാടെ തെറ്റി. ഭാരവാഹനങ്ങളും ദീർഘദൂര വാഹനങ്ങളും പൂർണ്ണമായി പാലത്തെ അവഗണിച്ച മട്ടാണ്. എങ്ങനെയൊക്കെ ജനങ്ങളെ പിഴിയാം എന്ന് ഗവേഷണം നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയെ ആദ്യമായിട്ടായിരിക്കും ജനങ്ങൾ കാണുന്നത്. ഇന്ത്യയുടെ ഒരു ഗതികേട് എന്നല്ലാതെ എന്ത് പറയുന്നു.